ഹായ് കൂട്ടുകാരെ, ഡെയിലി വോമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ വേറൊന്നുമല്ല. രാവിലെ ഏതായാലും നമ്മുടെ പച്ചക്കറിക്കൊക്കെ വെള്ളം നനയ്ക്കണം. വെള്ളം നനയ്ക്കുന്നുണ്ടതിൽ കുറച്ച് വിളവെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കുറച്ച് ഒതുക്കി അങ്ങനെ രാവിലെ നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ വഴുതനയ്ക്കൊക്കെയാണ് വിളവ് കിട്ടാൻ ഞാൻ എന്താ വളം കൊടുക്കുന്നതെന്നും അതുപോലെ നമ്മുടെ വഴുതനയൊക്കെ കണ്ടോ, ഒരു പുഴുശല്യമോ പ്രാണിശല്യമോ ഒന്നും ഇല്ലാതെയൊക്കെ നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അവരൊക്കെയാണെങ്കിൽ ഇതുപോലെ അറിയാത്തവരാണെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കൊള്ളുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ വഴുതനയൊക്കെ ആണെങ്കിൽ ഒരുപാട് കായും ഉണ്ടായി വിളവെടുക്കാനൊക്കെ ആയി നിൽപ്പുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിളവെടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മളത് പറിച്ചെടുത്തില്ല എങ്കിൽ നമ്മുടെ ചെടി പാടയും മുരടിച്ചു പോവുകയും ചെയ്യും. പിന്നെ അടുത്ത ട്രിപ്പ് കായ കുറവായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് വിളവെടുക്കേണ്ട അതേ ടൈമിൽ തന്നെ നമ്മളത് പറിച്ചെടുക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ രാവിലെ നമ്മൾ നനയ്ക്കുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, അപ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ നമ്മുടെ ഇല ചുരുട്ടിപ്പുഴു ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇലയൊക്കെ ചുരുട്ടി അതൊക്കെ നമ്മുടെ ഇലയൊക്കെ ഇങ്ങനെ എന്താണ് അരിപ്പ പോലെ ആക്കി കളയും. അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇല പിഴുതെടുത്തിട്ട് നിലത്തിട്ട് ചവിട്ടി അരച്ച് കളയും. അപ്പോൾ ഒഴിവടക്കം അങ്ങനെ അങ്ങ് കളയും. അപ്പോൾ നമുക്ക് പിന്നെയായിട്ട് ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഇതുങ്ങളെല്ലാം ഈ ഇലയുടെ അടിയിൽ മുട്ടയിട്ടിട്ട് പെരുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഇലയൊക്കെ ആണെങ്കിലും എല്ലാം അരിപ്പ പോലെ ആക്കി കളയുകയും ചെയ്യും. അങ്ങനെയൊക്കെ മുരടിച്ച് പോകും നമ്മുടെ വഴുതനയൊക്കെയാണല്ലോ. അപ്പം ഞാൻ ഇന്ന് രാവിലെ നനയ്ക്കുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ഇലയൊക്കെ ഒന്ന് നോക്കി, തണ്ടലൊക്കെ ആണെങ്കിലും ഉറുമ്പിൽ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധിയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ നനയ്ക്കുന്നതൊക്കെ. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, നല്ല രസമില്ല ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ കുല കുത്തി കായ്ച്ച് കിടക്കുന്നത് കാണാൻ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ കായ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ കടല പിണ്ണാക്കും കൂടെ മിക്സാക്കി അതിലേക്ക് ഞാൻ കുറച്ച് ചാണകപ്പൊടി, അതായത് ഒരു 500 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 500 ഗ്രാം നമ്മുടെ കടല പിണ്ണാക്കും പിന്നെ ഒരു 500 ഗ്രാം നമ്മുടെ ചാണകപ്പൊടിയും കൂടെ നല്ലതുപോലെ മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ 3 ദിവസം അവിടെ പുളിപ്പിക്കാൻ വെച്ചേക്കുവേ. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനത് എടുത്തിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് 1 കപ്പൊക്കെ എടുത്തിട്ട് ഒരു 5 കപ്പ് അല്ലെ 6 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ കായ ഒരുപാട് ഉണ്ടാകുകയും ചെയ്യും. നമ്മുടെ ചെടി എന്താ പറയുക നല്ലതുപോലെ തഴച്ച് വളരുകയും ചെയ്യും. അങ്ങനെ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചെടിക്ക് ഒരു മുരടിപ്പും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 30 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒക്കെ നമ്മളിതുപോലെ വളങ്ങൾ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സാക്കി വെച്ചിട്ട് അത് ഞാൻ കുറേശ്ശെ നമ്മുടെ വഴുതനയുടെ ചുവടൊക്കെ നല്ലതുപോലെ മണ്ണ് ഇളക്കിയിട്ട് ചുവട്ടിലിട്ട് കൊടുക്കുകയെ. അങ്ങനെ ഇട്ടിട്ട് വീണ്ടും കുറച്ച് മണ്ണും കൂടി, അതായത് നമ്മുടെ ഇതിൻ്റെ മണ്ണ് ഇളക്കി നമ്മൾ ഈ വളങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അങ്ങനെ നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചുവട്ടിലെ വേരൊക്കെ ആണെങ്കിലും നല്ലതുപോലെ ഉറച്ച് നല്ല രീതിയിൽ നമ്മുടെ വഴുതന തഴച്ച് വളരും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ ആവശ്യത്തിന് തന്നെ ഇതുപോലെ അങ്ങനെ വലിയ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ നമുക്ക് ഒരുപാട് വഴുതനങ്ങയാണേലും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെയൊക്കെ നമ്മൾ ചെറിയ അപ്പം ഞാൻ ആഴ്ചയിൽ എനിക്കൊരു 2 പ്രാവശ്യം ഇതുപോലെ ഒത്തിരി വിളവെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ. അപ്പം എനിക്കിങ്ങനെ കുറേ കായ, അപ്പം ഞാൻ ഈ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു വളമാണെന്ന്, ഇതുപോലെ ചെയ്താൽ ഒരുപാട് കായ കിട്ടുമെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറേ തൈകൾ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഞാൻ വിത്തെടുത്ത് വെക്കും. അങ്ങനെ വിത്തെടുത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും ഇത് തന്നെ പാകി കിളിർപ്പിച്ച് വീണ്ടും ഞാൻ ഒരുപാട് നട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കിതൊരു മെനക്കേടാണ്, അതായത് നമുക്ക് രാവിലെ എണീറ്റ് ഇതൊക്കെ നനയ്ക്കണം, അതുപോലെ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം, പിന്നെ അതിൻ്റെ ചുവടൊക്കെ നമുക്ക് വൃത്തിയാക്കണം. ഇങ്ങനെ എന്തായാലും കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ നമ്മൾ വീട്ടിൽ നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ 10 പൈസ നമ്മൾ പുറമേ കൊടുക്കണ്ട, നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ തണ്ട് പൊട്ടിക്കിളിർക്കാനുള്ള ട്രിക്കൊക്കെ ഞാനൊരു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കെ, താങ്ക് യു.